viewers, welcome to RK Fam Vlogs. Hi dears. അങ്ങനെ നമ്മൾ അടുത്ത വിശേഷം കണ്ടാലോ. വേളാങ്കണ്ണിയിലെ ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിച്ച ഹോട്ടൽ. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യൂൻസിൻ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ഒരു 3:45 ഞങ്ങൾ ഇവിടെ എത്തി കേട്ടോ. നല്ല ഹോട്ടൽ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. നല്ല കാർ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉള്ള നല്ലൊരു ഹോട്ടലാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്, ചെറുതും വലുതുമായിട്ട്. ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ, പക്ഷെ ക്ലൈമറ്റ് ചൂട് തന്നെയാണ് നമ്മൾ എവിടെ പോയാലും. ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻ. മാതാവിൻ്റെ ഒരു പ്രതിമയുള്ളൊരു ഫൗണ്ടൻ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് നൈറ്റാണ് അത് കാണാൻ ഏറ്റവും ഭംഗി വരുന്നത്. നല്ല വ്യൂ ആണത്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിൽ കയറാൻ പോയപ്പോഴാണ് ആദ്യക്കുട്ടിന് 8ന്റെ പണി കിട്ടിയത്. അവൻ നേരെ ഓടി കയറി. ഇത് സെൻസറാണ്. അവൻ കയറിയതും ഡോറൊക്കെ അടച്ചു. നമ്മൾ പുറത്തു പോയിപ്പോയി. അവൻ ഇത്തിരി പേടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലോട്ട് പോയി. ഞങ്ങൾ 2 റൂമാണ് എടുത്തത്. ഒരു 3 ബെഡും ഒരു ഡബിൾ ബെഡിൻ്റെ. നല്ല റൂം, നല്ല സ്പീഷ്യസ് ആണ്. എല്ലാവർക്കും ഇഷ്ടമായി. മെയിനായിട്ട് ഇതിൻ്റെ ഔട്ട്സൈഡ് വ്യൂ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പം പൊതുവേ ഈ നൈറ്റ് ഉറക്കം കുറവാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യും ഒരു 3 മണി വരെയൊക്കെ. ഡ്രൈവ് ചെയ്യുന്നവർക്ക് റെസ്റ്റിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് റൂം എടുക്കുന്നത്. കാരണം ഞങ്ങളെല്ലാം പകല് കാറിലിരുന്ന് സുഖം ഉറക്കമായിരിക്കും. അവർക്കത് പറ്റില്ലല്ലോ. വരുന്ന വഴി ലഞ്ച് കഴിക്കാൻ ഇറങ്ങിയാൽ ഇനിയും ടൈം ആവും. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് കഴിക്കാമെന്ന് കരുതി വന്നതാണ്. ഇവിടെ വന്നപ്പോൾ സമയം കഴിഞ്ഞതുകൊണ്ട് റെസ്റ്റോറൻറ്റ് ക്ലോസ് ആയി. പിന്നെ സ്വിഗ്ഗിക്ക് ഫുഡും ഓർഡർ ചെയ്തിട്ടുള്ള കാത്തിരിപ്പാണ്. നൂഡിൽസ് ആയതുകൊണ്ട് കുഴപ്പമില്ല, അടി കൂടാതെ അവർ ഫുഡ് കഴിച്ചോളും. ഇതാണ് നമ്മുടെ VVIP. ഇവനെ മുട്ടയടിക്കലാണ് ഈ യാത്രയുടെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം. ആൾക്ക് ഈ കസേര നന്നായിട്ട് ബോധിച്ചിട്ടുണ്ട്. വന്നത് മുതൽ ഇതിലിരുന്ന് കറക്കവ. ഫുഡ് കഴിച്ചൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് എഴുതിയപ്പോഴാണ് അറിയണേ പൂൾ 6 മണി വരെയുള്ളൂ. വേണമെങ്കിൽ ചടിക്കോ, പിന്നായ നടക്കില്ല. സമയം ഇപ്പം തന്നെ 5 മണിയായി. എന്തായാലും പോയേക്കാം. കിട്ടിയ അവസരം പാഴാക്കാൻ പാടില്ലല്ലോ. പോകുന്ന പോക്ക് കണ്ടാ തോന്നും ഇപ്പൊ എല്ലാം നീന്തിക്കളയുന്നു. വെള്ളത്തിന്റെ ആഴം അളന്നുകൊണ്ടിരിക്കുക കേട്ടോ 2 കക്ഷികളും കൂടി. ഉള്ളതിൽ ഏറ്റവും വെപ്രാള ഈ പൊടിക്കാണേ. അവനാണ് വെള്ളത്തിൽ ചാടാൻ നിൽക്കുന്നത്. ഞങ്ങളോടും കിഡ്സ് സോണിൽ കിടന്നാൽ മതി, ഒരുപാട് നീന്തൽ അറിയാന്നുള്ളത് കൊണ്ട് വെറുതെ നീന്തി ക്ഷീണിക്കണ്ട, നിങ്ങളും ഇവിടെ കിടന്നോ, കുട്ടികൾക്കൊരു കമ്പനി ആവുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളും ഈ കിഡ്സ് സോണിൽ തന്നെ സ്ഥാനം പിടിച്ചു കേട്ടോ. അല്ലാതെ ഞങ്ങൾക്ക് നീന്തൽ അറിഞ്ഞുകൂടാത്തോണ്ടൊന്നുമല്ല. വെറുതെ എന്തിനാ മറ്റുള്ളവർക്ക് പണിയുണ്ടാക്കി വെക്കണേ എന്ന് കരുതി. അങ്ങനെ കുറച്ചു നേരം വെള്ളത്തിൽ കിടന്നിട്ട് അടുത്തതിനി വൈകുന്നേരം മാതാവിനെ കാണാൻ പോണം. അവിടുത്തെ കാഴ്ചകളുമായിട്ട് നമുക്ക് ഇനി കാണാമേ. ബൈ.